ഓട്ടോഗ്രാഫ് പരമ്പരയിലൂടെയായി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയവരേറെയുണ്ട്. ഇവരുടെ വിശേഷങ്ങളെല്ലാം ഇപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്. അഭിനയ മേഖലയ്ക്ക് സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയായി ജീവിതവിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് മിക്കവരും. ജീവിതവിശേഷങ്ങളെല്ലാം വ്ലോഗിലൂടെയായി കാണിക്കാറുമുണ്ട് ശ്രീകുട്ടി. പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മനോജുമായി പ്രണയത്തിലാകുന്നത്. തമാശയ്ക്ക് തുടങ്ങിയ ബന്ധം പിന്നീട് സീരിയസ് ആവുകയായിരുന്നു. വീട്ടുകാർ എതിർത്തതോടെയായിരുന്നു ശ്രീകുട്ടി ഇറങ്ങിപ്പോയത്. വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ താരം വാചാലയാവാറുണ്ട്. തനിക്ക് വരുന്ന കമൻറ്റുകളെക്കുറിച്ചും താരം പറയാറുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന ക്യാപ്ഷനോടെയായിരുന്നു പുതിയ വീഡിയോ പങ്കുവെച്ച് താരം എത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു കൊളാബ് വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ശ്രീകുട്ടി ഭയങ്കര ജെനുവിനാണെന്നാണ് കരുതിയത്. ഇങ്ങനെയൊരു വീഡിയോ പാടില്ലായിരുന്നു, വളരെ മോശമായിപ്പോയി, അങ്ങനെ കുറേ കമൻറ്റുകൾ വന്നിരുന്നു. ഇത് എൻ്റെ ഒരു ജോലിയാണ്, അതിൽ നിന്ന് വരുമാനം വരുന്നതുമാണ്. ഒരുപാട് കൊളാബ് പ്രമോഷനുകളൊക്കെ വരാറുണ്ട്. ടി വിയിൽ നിങ്ങൾ എന്തുമാത്രം പരസ്യം കാണുന്നുണ്ട്, അതൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങളെല്ലാവരും ചെയ്യുന്നത്. ഞാനിപ്പോൾ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ. പ്രമോഷൻ കൊടുക്കുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ടാണ്. അതിൽ നിന്നും എനിക്ക് കുറച്ച് കാശും കിട്ടുന്നുണ്ട്. ആരെയും നിർബന്ധിച്ച് നിങ്ങളിത് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊന്നും പറയുന്നില്ലല്ലോ. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവരുടെ പ്രമോഷനൊക്കെ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ അങ്ങ് വിട്ടാൽ പോരെ. എന്തിനാണ് ഇത്രയധികം നെഗറ്റീവ് കമൻറ്റുകൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെയൊക്കെ പ്രമോഷൻ ലോകത്താദ്യമായി ചെയ്യുന്ന ഒരാളാണോ ഞാൻ? ഇത് കണ്ട് ശ്രീകുട്ടി ജെനുവിനല്ല എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ഞാൻ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് കാശ് പോവും. ഈ കമൻ്റ് ഇടുന്നവരാരും എനിക്ക് പൈസ തരുന്നില്ലല്ലോ. ജോലിയുടെ ഭാഗമായി ഞാനത് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ കളയാം. എത്രയോ പേര് എന്തെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു. വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കളയുക. നിങ്ങളും ജോലി ചെയ്യുന്നവരല്ലേ. വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. പാവപ്പെട്ട ഞാൻ 10 പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നേരത്തെ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ പ്രൊഡക്റ്റുകളൊക്കെ എവിടെയോ ആരൊക്കെയോ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടല്ലേ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്. പലരും ചെയ്തു വെക്കുന്ന സാധനങ്ങൾ കണ്ട് ഓർമ്മയിൽ വെച്ചിട്ടാണല്ലോ നിങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അത് കളയൂ. ഞാൻ എന്തോ മഹാ അപരാധം ചെയ്തതുപോലെ നിങ്ങൾ പറഞ്ഞു കേട്ടു, അതുകൊണ്ട് പറഞ്ഞതാണെന്നും ശ്രീകുട്ടിയുടെ വിശദീകരണം. 10 പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാവരുത്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നല്ലത് ചെയ്യൂ, നല്ലത് കേൾക്കാം. പൈസയാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് കരുതരുത്. ജീവിക്കാൻ പൈസ ആവശ്യമാണ്. എന്തിനാണ് ഇങ്ങനെ ആർത്തി പിടിക്കുന്നത്? പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിനല്ല, അത് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ കല്ലുവെച്ച നുണകൾ പറയുന്നത് എന്തിനാണ്? ഇത്രയുമാണ് പരാതി. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വെച്ച വീടാണല്ലോ ചേച്ചിയുടേത്. അൾട്രോടെക് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടന്മാരാക്കിയിരുന്നത് പോലെ തോന്നി.